നിങ്ങളുടെ പറമ്പിൽ പാവയ്ക്ക പടാലൊന്നുമില്ലാണ്ടാണ് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കട്ടെടുക്കുന്നത്. ഇത് എന്റെ പറമ്പിൽ നട്ടതാ. അത് നിങ്ങളുടെ പറമ്പിലോട്ട് അങ്ങനെ കയറി അങ്ങോട്ട് പടർന്ന് സംസാരിക്കും. ഞാനത് പറിക്കും. പറിക്കോ? എന്നങ്ങ് പറിക്കും. ഇതൊക്കെ ഇളവാ അയാളുടെ സ്നേഹം ഒന്ന് കളെ കാൽ മണിക്കൊന്ന് തന്നാലുണ്ടല്ലോ. ഇത് കണ്ടോ ചേട്ടാ നമ്മുടെ പറമ്പില് പച്ചക്കറി മൊത്തം ഇയാള് കട്ടെടുക്കുന്നേ. എടോ അവരാച്ചാ നാണമില്ല തനിക്ക്? ഇത്രയും പ്രായമായിട്ട് തൊട്ടിത്തരം മാറ്റാറായില്ലേ? ഈ മോളെ പട്ടി ചേട്ട നായിന്റെ മോനെ. നായിന്റെ മോൻ തന്റെ വീട്ടില്. നീ മിണ്ടായിരി. നീ അതിന്റെ പുറകെ പോകാതെ ഒരുങ്ങിയോ? ഞാൻ ഒരുങ്ങി. നിന്നെയാണോ ഇന്ന് പെണ്ണ് കാണാൻ വരുന്നത്? ഇടി അവളൊരുങ്ങിയോന്ന്? അവളൊരുങ്ങി കാണും. ഒരുങ്ങി കാണണം. എന്തേലും എടുക്കാൻ വന്നതാണ്, എടുത്തിട്ട് പോവമ്മ. മോളെ ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്, കൊള്ളാട്ടോ. ഇതിന് പതിവില്ലാതെ സോപ്പിടലൊക്കെ ഇതിന്റെ ഒരുങ്ങി നിൽക്കുന്നത് എവിടെയെങ്കിലും പോവാണോ? മുടിയൊക്കെ ഇങ്ങനെ പടുത്തി ഒന്ന് കെട്ടി വെച്ചൂടെ? മതി 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 മതി, ഓവറാക്കി ചളവാക്കണ്ട. കാര്യം പറ മോള്. നീ ബഹളം വയ്ക്കല്ലേ. ഇന്ന് എന്റെ പെണ്ണ് കാണാനൊരു കൂട്ടർ വരുന്നുണ്ട്. അമ്മക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ? അതെ, അത് തന്നെ നടക്കൂ. ഇതിപ്പോ പപ്പ വന്ന് പറഞ്ഞു തന്നേ. എന്തായാലും മോൾ ഒരുങ്ങി നിൽക്കുമല്ലേ, ചുമ്മാ ഒന്ന് വന്ന് നിന്ന് തന്നാ മതിയെന്നേ. അവര് പോയി കഴിഞ്ഞിട്ട് നമുക്ക് പപ്പയുടെ കാര്യം പറയാം. അല്ല മോളെ, ഇതേ ഇതൊന്നും വിളിച്ച് അങ്ങോട്ട് പറഞ്ഞേക്കില്ല കേട്ടോ. നമ്മളെ ഹലോ, ഇത് ഞങ്ങളുടെ കൊണ്ടവേ കഴിക്കാൻ വേണ്ടിക്കറിയാം. ഫുഡൊക്കെ അടിപൊളി, വേറെ ലെവൽ. ഇത് ഞാൻ എപ്പിക്ക് കൊടുക്കാം. ജിനിമോളെ ഫോൺ അവന് കൊടുക്കണോ? എനിക്ക് കാര്യം പറയാനുണ്ട്. അവൾ നല്ല ചൂടില്ല. ചൂടോ? ഹലോ മോളെ. ഹലോ എടാ കോപ്പ, ട്രിപ്പൊക്കെ പിന്നെ പോവാം. എന്നെ ഇന്ന് പെണ്ണ് കാണാൻ ഇവിടെ ആള് വരും. റേഞ്ച് കിട്ടുന്നില്ലടോ. എടാ പിന്നെ ഫോണൊന്നും എന്താണ്, അത് റേഞ്ച് ഇല്ല. എടാ ഈ പട്ടിക്കാട്ടിൽ എവിടെയാണോ റേഞ്ച്? എടാ നിങ്ങളുടെ ഫോണിൽ റേഞ്ച് ഉണ്ടോ? ഇല്ലേ? എടാ പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? നീ തൽക്കാലം അവർക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചത്, റേഞ്ച് വരുമ്പോൾ സെൻഡ് ആയിക്കോളും. എന്ത് പറഞ്ഞ മെസ്സേജ് അയക്കും? നമ്മൾ ഇവിടുന്ന് ഓടി എത്തുമ്പോഴത്തേക്ക് അവർ പെണ്ണാണ് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തൽക്കാലം അവിടെ അടുത്ത് ഒന്ന് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചാലോ?
ആരുടെ മുമ്പിൽ? ചെക്കൻ്റെ മുമ്പിൽ. ആ, നല്ല ഐഡിയ. ഞാൻ നോക്കിയേ, ഇതൊന്ന് കൊണ്ട് കൊടുത്തേ. എന്റെ പൊന്നു മോളല്ലേ, ഒന്ന് കൊണ്ട് കൊടു. ഈ വീടിന്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഒരു 3 വർഷമായിട്ടുണ്ട്. മൂത്ത മോളുടെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വീടിൻ്റെ പണി മൊത്തം തീർത്തു. അവളെ ഈ വീട്ടിൽ നിന്നാണ് കെട്ടിച്ചു വിട്ടെ. നിനക്ക് മോളെ ഇഷ്ടമായിട്ടോ? മോനെ, എന്റെ മോള് റീൽസ് ഒക്കെ ചെയ്യും കേട്ടോ. ഞാൻ ഈ ചപ്പ് ചേറുകളൊന്നും കാണാറില്ല. അന്ന് 50 പവനും ഒരു ബെല്ലനോ കാറും. അവിടെ ചെറുക്കൻ എന്താ പണി? എഞ്ചിനീയറാണ്. അവർ ഫാമിലിയായിട്ട് ചെന്നൈയിൽ സെറ്റിൽഡാ. ഞങ്ങളുടെ ചെറുക്കൻ പോലീസിലാ, അറിയാവല്ലോ. അറിയാം. അപ്പൊ ജോഷി എന്നാ കൊടുക്കും? ഇവിടുന്ന് കുറച്ച് പടിഞ്ഞാട്ട് മാറി എനിക്കൊരു 5 സെൻറ്റ് സ്ഥലമുണ്ട്. മോളുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഞാനും ഭാര്യയും കൂടി അങ്ങോട്ട് മാറാമെന്നാണ് കരുതുന്നത്. അപ്പോൾ പിന്നെ ഈ വീടും 1 ഏക്കർ സ്ഥലവും മോക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ സെന്റിനൊക്കെ നല്ല വിലയുണ്ടെന്ന് കേട്ടു. ഉള്ളതാണല്ലോ അല്ലേ? എന്നാ പിന്നെ നമുക്ക് അടുത്ത മാസം അങ്ങ് ഉറപ്പിച്ചാലോ? അതെ, വൈകാതെ നമുക്കതൊക്കെ നടത്തിയേക്കാം. എന്നാ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ സംസാരിക്കാം. അല്ല, എനിക്ക് പോകുന്ന വഴി കല്യാണം കൊടുക്കാനുണ്ട്. അല്ല, ചെറുക്കനും പെണ്ണും ഒന്ന് സംസാരിക്കണ്ടേ? ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാ ശരി. അപ്പൊ ശരി. ശോഭേ, ഞാൻ ആ കവല പറയുന്നത് പോയിട്ട് വരാം കേട്ടോ. നിന്നെ രാവിലെ പപ്പ പറഞ്ഞപ്പോഴാണ് ഈ കാര്യം അറിയുന്നല്ലേ? കൊള്ളാം, നന്നായിട്ടുണ്ട് അഭിനയം. ആ പോയ ജാടത്തെട്ടിയും കൊണ്ട് എന്നെ കെട്ടിക്കാനാ പ്ലാനെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അമലിന്റെ കൂടെ ഒളിച്ചോടിപ്പോ. ഹലോ, ഇവിടെ സംസാരിച്ചില്ല, നീ കേട്ടില്ലേ? അമ്മ നമ്മളെ ചതിച്ചടാ. ഇനി ഒരൊറ്റ നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല. നീ എവിടെ ആണെന്ന് വെച്ചാലും വന്നോളാം. എടി ജിനിമോളെ, ഞാൻ അബിയ. അമ്മയല്ലേ ഇപ്പൊ സീനായിട്ട് നിൽക്കണം. നീ പപ്പയോട് കൂടി കാര്യം പറ. പപ്പയോട് പറഞ്ഞാൽ നടക്കത്തില്ലടാ. നീ ഒന്ന് പറഞ്ഞു നോക്ക്.